ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താറുണ്ടോ? ഞാൻ കണ്ടെത്താറുണ്ട് കേട്ടോ. ഒഴിവ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ വിടുന്ന ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താനൊന്നും എനിക്ക് പറ്റാറില്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. പലപ്പോഴും ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമുക്ക് അങ്ങനെ രാവിലത്തെ സമയമൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ ഒരു കാര്യം മുടക്കാറില്ല. പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്കിൻ കെയറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ കെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നന്നാക്കി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് കുറച്ച് സമയമുണ്ട് അല്ലെങ്കിൽ ഒരു അവധി ദിവസമാണെങ്കിൽ രാവിലെ ഒന്ന് കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ കിച്ചണിൽ കയറുന്നതെങ്കിൽ ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. കുട്ടികളെ സ്കൂളിൽ വിടുന്ന ദിവസങ്ങളിൽ പലപ്പോഴും നടക്കാറില്ല. ഒരിടയ്ക്ക് ഞാൻ കുളിച്ചിട്ടേ കിച്ചണിൽ കയറുള്ളായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് പിന്നെ ഭയങ്കര തലവേദനയും, കാരണം തല പ്രോപ്പറായിട്ട് തോർത്താൻ പറ്റില്ല. കാരണം എനിക്ക് മുടിയുള്ളത് കൊണ്ട് നന്നായിട്ട് വെള്ളം നിൽക്കും. അപ്പോൾ ഒരുപാട് സമയം പിടിക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. പിന്നെ അയച്ചിട്ട് കിച്ചണിൽ നിൽക്കാനും നിൽക്കൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ കാണാറുണ്ടല്ലോ, ഞാനിങ്ങനെ അമ്മക്കെട്ടും കെട്ടി സാധാരണ ഒരു അമ്മ തള്ള നടക്കണ പോലെയാണ് വീടിൻ്റെ അകത്ത് കിടക്കുക. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ രാവിലെ അങ്ങനെ വലിയ സമയമൊന്നും എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റാറില്ല. പക്ഷേ പ്രയറിന് വേണ്ടി ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അത് എന്നെ തന്നെ ഒന്ന് മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാഴ്ചയാണ് രാവിലെ കാണുന്നത്. ഞാൻ തലേ ദിവസം കലക്കി വെച്ചിട്ടുള്ള മാവൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. പൊങ്ങി പോകരുത് കേട്ടോ, പോയാൽ എനിക്ക് സങ്കടവും ഇരട്ടി പണിയാകും. അന്നൊരു ദിവസം കണ്ടില്ല, അവിടെ മൊത്തം അങ്ങടായിട്ട് ഇതാ ഞാൻ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഇത്ര അടിപൊളിയായിട്ട് പൊങ്ങാൻ ഒരു ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് ഒന്നും അല്ല കേട്ടോ. അത് പറഞ്ഞ എത്ര പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതിങ്ങനെ അരയ്ക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്കിതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയപ്പോൾ ഞാൻ ആദ്യമൊക്കെ അവലിടുമായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടി ഇല്ലേടാ, അതൊരിച്ചിരി ഇട്ട് നോക്കി. അപ്പോൾ ഈസ്റ്റ് ഇട്ടില്ല, ഒന്നും ഇട്ടില്ല, നല്ല കലക്കനായിട്ട് പൊങ്ങി വന്നു. അതിനുശേഷം ഞാൻ ദോശമാവ് ഇങ്ങനെ കലക്കുമ്പോൾ ഒരു ഗ്ലാസ് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയും കൂടി അത് നമ്മൾ പൊടി അരയ്ക്കുമ്പോൾ, അതായത് ഞാൻ അരയ്ക്കണത് ഉഴുന്നും പിന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് അരയ്ക്കണേ, അതിൻ്റെ കൂടെ ഇട്ടങ്ങ് അരയ്ക്കും. അപ്പം നല്ല പതുപതുത്തെ ഇഡ്ഡലിയും കിട്ടും, നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പുട്ട് മാത്രമല്ല, നമുക്ക് ഇഡ്ഡലിക്കൊരു ഇച്ചിരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഒരു 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 പ്രത്യേക സ്വാദാണ് അതിന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസ്റ്റ് ഒന്നും ഇടേണ്ടി വരില്ല. അപ്പം ഞാൻ കരുതി ആദ്യം തന്നെ എന്തായാലും ഇഡ്ഡലി മാവ് അങ്ങോട്ട് നന്നായിട്ട് പൊങ്ങിപ്പോയി, ക്വാണ്ടിറ്റി അധികമുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മാറ്റാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ മാറ്റി വെച്ച മാവ് എടുത്താൽ മതിയായിരുന്നു, ഇതെടുത്ത് നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ കഞ്ഞിയാണ് കേട്ടോ. തലേ ദിവസം നമ്മൾ കടല റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഷൈമോളേജ് കമൻറ്റ് ചെയ്ത് കഞ്ഞിക്ക് ബെസ്റ്റാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ എന്താ രാത്രിത്തേക്ക് കഞ്ഞിയാക്കാമെന്ന് കരുതി ഞാനങ്ങ് കഞ്ഞിയാക്കി, പയറിട്ട കഞ്ഞിയാക്കി. കടലയും പിന്നെ ഉണക്കമീനും മേടിച്ച് വറുത്തു തലേ ദിവസം. അപ്പോൾ രാത്രിത്തെ പരിപാടി അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. അങ്ങനെതാ തലേ ദിവസം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്നൊന്ന് പുറത്തു പോകണം എന്ന് സത്യം പറഞ്ഞാൽ പ്ലാനൊന്നും ഇട്ടിട്ടുണ്ടായില്ല. ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് പുറത്തു പോകും എന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ചോറൊക്കെ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉച്ചക്കൊക്കെ അങ്ങ് കയറി വരികയാണെങ്കിൽ വിശന്ന് എന്ത് കാണിക്കും എന്ന് ചിന്തിക്കരുതല്ലോ. അതുമല്ല, കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ ചോറല്ല കൊടുത്തു വിടുന്നത്, വേറൊരു സാധനമാണ്. അതിപ്പോൾ നിങ്ങൾ ഇന്നലത്തെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഒരു വെജിറ്റബിൾ റൈസ് പോലെ ആക്കി എടുത്തിട്ടാണ്. ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ ആ ഷോർട്സിൻ്റെ താഴെ. ഞാനിപ്പോൾ ഇതിൽ ആ റെസിപ്പി പറയാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കൈയോടെ തന്നെ ആ കഞ്ഞി തിളപ്പിച്ച് അങ്ങോട്ട് മാറ്റി തലേ ദിവസത്തെ. പിന്നെ ഇഡ്ഡലിക്കുള്ള മാവ് ഇഡ്ഡലിത്തട്ടിലേക്ക് ആക്കി ഇഡ്ഡലി ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് പുറത്ത് പോകുമെങ്കിലും പുറത്തുനിന്ന് കഴിക്കുന്നുള്ളൊരു പ്ലാനൊന്നുമില്ല. മാക്സിമം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരിക കുട്ടികളെത്തുന്നതിന് മുന്നേ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. കറക്റ്റ് ഇന്നിപ്പോൾ പോകുമെന്ന് ഇപ്പോഴൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കൊരു 10 മണി കഴിഞ്ഞ ശേഷമാണ് ഏട്ടനിങ്ങനെ പറഞ്ഞത് നമുക്ക് പോകായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നെയാണ് കൺഫേം ആക്കിയത് പോകാമെന്നുള്ളതിൽ. അപ്പോൾ ഞാൻ വേഗം ആ കഞ്ഞി മാറ്റി നമ്മളിന്ന് ഇഡ്ഡലിക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ കഷ്ണമൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ ഉള്ളി സാമ്പാറാണ് കേട്ടോ വെക്കേണ്ടത്. ഞാൻ ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്നോട് എല്ലാവരും ചോദിക്കും, നമ്മുടെ ഷോർട്സിലൊക്കെ കാണിക്കുമ്പേ എൻ്റെ റെസിപ്പി ഒന്ന് പറയോടാന്ന്. അപ്പോൾ ഞാൻ ഇതിലും പറയാം കേട്ടോ. എളുപ്പത്തിൽ വെക്കണ രീതിയിലാണ് കേട്ടോ, അറിയാത്ത ആൾക്കാർക്ക് ഒരു ഇതായിക്കോട്ടെ. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും
പരിപ്പിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളത് അടച്ചു വയ്ക്കുക. അടച്ചിട്ട് നമ്മൾ സാധാരണ പരിപ്പ് സാമ്പാറിന് വേവിക്കണം അത്ര ഇതിൽ വേവിക്കുക. അപ്പോൾ ഞാനിന്ന് ഇച്ചിരി ഫ്രൈഡ് റൈസ് പോലെ ആണ് ഒരു റൈസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ചിക്കൻ ഞായറാഴ്ച കൊണ്ടുവന്നതിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എല്ല് കുറവുള്ള പീസുകളുണ്ടല്ലോ, അതൊരു 2-3 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലുള്ള പീസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരാൾക്ക് നല്ല എല്ലുള്ള പീസാണ് ഇഷ്ടം, ഒരാൾക്ക് എല്ലില്ലാത്ത പീസാണ് ഇഷ്ടം. ഞാനപ്പോൾ ചിന്തിക്കുകയെ, നമ്മൾ അമ്മമാർ ചിന്തിച്ച് ചെയ്യുന്ന പോലെയൊക്കെ വേറെ ഒരാൾക്കും അങ്ങനെ മക്കൾക്ക് വേണ്ടി ചിന്തിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ ഇവർ എങ്ങനെ എന്ത് കാണിക്കും എന്നൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ. പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഒക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതേപോലെ സവാള, പച്ചക്കറി ഇതിലിടുകയാണെങ്കിൽ അങ്ങ് വയറ്റിലേക്ക് പൊക്കോളൂ കേട്ടോ. ന്യൂഡിൽസിലും ഇതിലിടുകയാണെങ്കിൽ ജോക്കൂട്ടനടുക്ക് പെറുക്കാൻ വരും. ഇതിപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പെറുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ അതേപോലെ ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഞാൻ ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വെട്ടം വെച്ച ശേഷം മാത്രമേ ഞാനിപ്പോൾ ജനലൊക്കെ തുറക്കാറുള്ളൂ. വർക്ക്ഷോപ്പിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു, അവരെന്തോ പറ്റിന്നാവോ, രാത്രിയൊക്കെ കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ചോറല്ല കൊണ്ടുപോകണം, പക്ഷെ എന്നാലും ഞാൻ ആദ്യമേ തന്നെ ആക്കി വെക്കും കേട്ടോ. പെട്ടെന്ന് ഒരാൾ കയറി വന്ന, അല്ലെങ്കിൽ ആരെങ്കിലും വിശന്നിട്ട് ഇച്ചിരി ചോറ് തരുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി നമുക്കൊരു മുട്ടയെങ്കിലും വറുത്ത് കൊടുക്കാം. ചോറില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. പൊട്ട ചിന്തയാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ഇപ്പം അങ്ങനെ ആരും ഭക്ഷണം ചോദിച്ച് വരലൊന്നുമില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ വന്നാലോ, പണ്ടൊക്കെ വരുമായിരുന്നില്ല നമ്മുടെ വീടുകളിൽ ഭിക്ഷയ്ക്കൊക്കെ വരുമ്പേ പൈസ കൊടുക്കുമ്പോൾ പറയും കാശ് വേണ്ടമ്മ ചോറ് മതിയെന്ന്, വിശന്നിട്ട് വരുന്ന. പക്ഷെ ഇപ്പം എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലേ. അപ്പം ഞാൻ എപ്പോഴും ചോറില്ലെങ്കിൽ എന്ത് ചെയ്യും, ചോറ് വയ്ക്കുക, അങ്ങനെ ഒരു ചിന്ത വരും കേട്ടോ എപ്പോഴും. അതുകൊണ്ട് മിക്കപ്പോഴും വീട്ടിൽ ചോറ് ഉണ്ടാവും, ഒന്നുമില്ലെങ്കിലും ചോറുണ്ടാവും. അപ്പം ഞാൻ ഇഡ്ഡലി ആയിട്ടുണ്ട്, അത് വേഗം മാറ്റുകയാണേ. ഇത് വേഗം ആക്കി സാമ്പാറാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാമല്ലോ, രാവിലെ കഴിക്കാൻ കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള ഇങ്ങനെ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾ തന്നെ തല്ലെടുത്തിട്ടോ ഇതാണോ ഇതിൻ്റെ ഫ്രൈഡ് റൈസ് എന്ന് ചോദിക്കരുത്. അപ്പോൾ ഏത് അരിയാണ് യൂസ് ചെയ്യണം? ഞാനിവിടെ ചേട്ടൻ മേടിച്ചിട്ട് വന്നതാണ്, നമ്മുടെ ബസ്മതി ലോങ് ഗ്രെയിൻ റൈസാണ് കേട്ടോ. നീണ്ട അരിയില്ലേ, അതാണ് മേടിച്ചേക്കണം. അതൊരു 3-4 വട്ടം കഴുകും, കാരണം ഇത് കുതിർന്ന് കഴിഞ്ഞിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും, അല്ലെങ്കിൽ ഒരു പൊട്ടൽ വീഴും. വെന്ത് കഴിയുമ്പോൾ അരി ഇങ്ങനെ നീളത്തിൽ നിൽക്കില്ല, ഒടിഞ്ഞൊടിഞ്ഞിരിക്കും. നമുക്ക് റൈസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചിങ്ങനെ നീളത്തിൽ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കണ്ടേ. അപ്പം നന്നായിട്ട് വെട്ടം വെച്ചിട്ടുണ്ട്. ഇത് ഈ വാഴയിലോ ഉണക്കയിലേക്ക് ഇരിക്കണത് വെട്ടിക്കളയണം കേട്ടോ. ഞാൻ ഓടി കിടന്ന് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ മണ്ടയിലൊക്കെ വാഴയുടെ മണ്ടയിൽ വലിഞ്ഞെറിയുന്നല്ല, ഒരു കസേര ഇട്ടിട്ടാണെങ്കിലൊക്കെ ചെയ്തേനെ. പിന്നെ ബാക്കി എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഒരു ദിവസം എന്തെങ്കിലും കാണിച്ചിട്ടൊന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ചിക്കൻ നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായല്ലോ, അത് ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറിനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ റെസിപ്പി ഞാൻ അതിൻ്റെ ഓർഡറിൽ അങ്ങ് പറഞ്ഞോട്ടെ. കടുക് പൊട്ടിക്കുക, ഉലുവ പൊട്ടിക്കുക, അതിലേക്ക് വറ്റൽമുളക്, ചെറിയുള്ളി, വേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി മുഴുവത്തെ പാടെ ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. കാരണം നമ്മൾ ഈ സാമ്പാർ ചൂടാക്കി കഴിക്കും തോറും ഇല്ലേ, അതിൻ്റെ ആ ഒരു സത്തങ്ങ് ഇറങ്ങി വരും. എന്ത് ടേസ്റ്റാണെന്നോ. ശരിക്കും പറഞ്ഞാൽ വെച്ചന്ന് കഴിക്കുന്നതിനേക്കാൾ അടിപൊളി ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി തണുത്ത ചോറും ഈ തണുത്ത സാമ്പാറും ഒരു കഷ്ണം ഉണക്കമീനും കൂടി വെച്ചിട്ട് കഴിക്കണമെന്ന് അടിപൊളിയാണ്. അങ്ങനെ അവിടെ അതിരുന്ന് വാടട്ടെ കേട്ടോ. അപ്പോഴേക്കും ഫ്രൈഡ് റൈസിന് ഞാൻ നെയ്യിലേക്ക് നമ്മുടെ ഇതില്ലേടാ നമ്മളിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ ലോങ് ഗ്രെയിൻ റൈസ് ഉണ്ടല്ലോ, ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ട്
പയ്യൊന്ന് ചൂടാക്കുക. പിന്നെ അതിലേക്ക് മീഡിയം ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക, ഉപ്പിട്ടും കൊടുക്കുക. ഒരൊറ്റ വിസിൽ വെന്താൽ മതി. നല്ല അടിപൊളിയായിട്ട് അത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അരി കുറച്ചധികം നേരം കുതിർത്തിയിടാനൊന്നും പറ്റിയില്ല എന്നൊക്കെ ആണെങ്കിൽ 2 വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇവിടെ ഇതാ ഉള്ളി മറ്റു കാര്യങ്ങളൊക്കെ മുരിഞ്ഞ് വരുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി. കായം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടിട്ടാണ് കായ ഇടുന്നത്. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. പകരം കുറച്ച് നമ്മൾ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചോളൂ. അപ്പോൾ വയറിന് അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ പരിപ്പൊക്കെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ പരിപ്പൊക്കെ വെളുത്തുള്ളി അല്ലെങ്കിൽ കായമൊക്കെ ഇടാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ എന്തൊരു നെഞ്ചിരിച്ചിലാണെന്നറിയാമോ. നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ കത്തി കത്തി ഇങ്ങനെ ഏമ്പക്കൂട്ട് പോണ വഴി വന്ന വഴിയൊക്കെ ഈ സൈറൺ മുഴക്കിക്കൊണ്ടാണ് നടക്കണേ. ഒന്നും പറയണ്ട, ഞാൻ വന്നത് അപ്പുറത്തുനിന്ന് അറിയാം. ഈ ഏമ്പക്കം വിട്ട് വിട്ട് നെഞ്ചിരിഞ്ഞിരിഞ്ഞിരുന്ന് നമുക്ക് വയ്യാണ്ടാവുകയെ. പിന്നെ ഇഞ്ചി ഇട്ട് ചായയൊക്കെ കുടിക്കുമ്പോഴാണ് ഒന്ന് സെറ്റാവുന്നത്. അപ്പം ഞാൻ എന്താ അവിടെ അത് വെന്ത് വന്ന നേരം പൊടിയൊന്നും മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അത് അവിടെ ഒന്നൊന്ന് വാടട്ടെ. ഇപ്പുറത്ത് ബിരിയാണി റൈസിൻ്റെ വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പിന്നെ ചിക്കൻ വേവിക്കാൻ വേണ്ടി എടുത്തു വെച്ചു കേട്ടോ. അതിലേക്ക് ഞാൻ എന്താ ഇപ്പം ഇടുന്നത് കുറച്ച് ഉഴുന്നാണ്. കാരണം നമുക്ക് പരിപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പാറിന് കുറച്ച് കൊഴുപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉഴുന്നിട്ടിട്ടൊന്ന് ചൂടാക്കി, അല്ലെങ്കിൽ ഉഴുന്ന് നമ്മൾ ആ സാമ്പാറിലേക്ക് ഒന്ന് അവസാനമാണെങ്കിലും ഒരു 10-20 ഉഴുന്നിട്ട് കൊടുത്താൽ മതി. പിന്നെ ആ വേവിച്ച പരിപ്പ് ഇട്ട് കൊടുക്കുക, അത് ഇളക്കി കൂട്ടുക. ഞാൻ അവസാനം കഴുകി ഒഴിച്ചത് ആ പരിപ്പ് കുക്കറിൽ വെന്തില്ലേ, ആ കുക്കർ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഇളകിയല്ലല്ലോ തിളച്ച് വരുമ്പോഴത്തേനും കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, ഉണ്ടായിരുന്നില്ല. പിന്നെ പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. അതിൽ പിന്നെ വേകാനൊന്നും ഇല്ലയൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നാലും നമ്മൾ കഷ്ണിട്ടൊക്കെയാണ് വെക്കണമെങ്കിൽ നമ്മൾ പുളിയേറ്റ് അവസാനം ചേർത്താൽ മതി. ഇപ്പോഴും ഞാൻ അവസാനമാണ് ചേർത്തത്, പക്ഷെ എന്നാലും അവസാനം ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എന്താ അങ്ങനെ ഇനി നമുക്ക് ഇത് ശരിയാക്കിയെടുക്കാം. നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇതാ കുക്കറിലേക്ക് നെയ്യിട്ടിട്ട് നമ്മുടെ മുഴുവൻ സ്പൈസസ് ഇല്ലേ, മുഴുവൻ മസാല എന്ന് പറയും. ഞാൻ ഏതോ വീഡിയോയിൽ മുഴുവൻ മസാല എന്ന് പറഞ്ഞപ്പോഴത്തേന് അതെന്ത് മസാല എന്ന് വെച്ചു. എടാ നമ്മുടെ ഈ പട്ട, കറിയാമ്പൂ, ഏലക്ക, കുരുമുളകൊക്കെ ഇല്ലേ, അതിനൊക്കെയാണ് മുഴുവൻ മസാല എന്ന് പറയുന്നത് സ്പൈസസിന്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ബീൻസ്, സവാള, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടാം. ഞാൻ ഇട്ടിട്ടില്ല, കാരണം മക്കൾക്കുള്ളതായതുകൊണ്ട്. അത്ര ഇട്ടൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അവിടെ ഇരുന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. അപ്പോഴേക്കും എന്താ സാമ്പാർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കായത്തിൻ്റെ ഒക്കെ മണം വരുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ. ഈ സാമ്പാർ തണുത്ത് കഴിയുമ്പോഴാട്ടോ ശരിക്കും കുറുകുന്നേ. നമ്മൾ ആ ഉഴുവല്ല ഉഴുന്ന് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ അത്രയും കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. ഇതിപ്പോൾ നല്ല കുറുകിയ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്താ അരി അവിടെ വേവിച്ചത് നമ്മൾ ഈ വെന്ത ബീൻസിലേക്കും അതിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയും ചിക്കനൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സോസ് ചേർക്കാം. ഒന്നും കൂടി വലിയൊരു പാത്രത്തിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോയാ സോസ് ചേർക്കാം, കുരുമുളക് പൊടി ഇടാം. വേണമെങ്കിൽ അജിനാമോട്ടോയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഇടാം. ഞാനിതിൽ ഒരു മോട്ടോയും ഇട്ടിട്ടില്ല, മുട്ട മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതാ അങ്ങനെ അടച്ച് വയ്ക്കുക. പിന്നെ ഒന്നും കൂടി അവിടെ ഇരുന്നത് ആ ഒരു ചൂടിലിരുന്ന് കുക്കായിക്കോട്ടെ. പിന്നെ ബാക്കി വന്ന ചിക്കനിൽ ഞാൻ കുറച്ച് മുട്ടയും പിന്നെ ബാക്കി നമ്മുടെ അൽസാരിപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പുരട്ടിയെടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇവിടെ ലഞ്ച് ബോക്സ് വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മനെ സഹായിക്കാൻ നിൽക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ മതിയോ, ഇങ്ങനെ വെച്ചാൽ മതിയോ, എത്ര കറിപ്പാത്രം വേണം, അത് ഇന്ന് ഫ്രൈഡ് റൈസ് ആണല്ലോ. അതൊക്കെ കണ്ടിട്ട് അങ്ങ് സന്തോഷം കൊണ്ടിട്ടാണ് കേട്ടോ. ചിക്കനൊക്കെ ഇത് കൊണ്ടിട്ട് വല്ല പയറോ കടലയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ വടംതിരിക്ക് അവർ പോവും. അപ്പം ഞാൻ അങ്ങനെയെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത തട്ട് ഇഡ്ഡലിയും സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ലഞ്ച് ബോക്സ് കെട്ടിയതൊക്കെ പയ്യൊരു സൈഡിലേക്ക് നീക്കി വെച്ചു കേട്ടോ. എന്നെ കുട്ടി അതെല്ലാം എടുത്ത് അപ്പുറത്തോണ്ട് വെച്ചോളും. പിന്നെ എന്താ 2 പേർക്കും ഇഡ്ഡലിയൊക്കെ ആക്കി എടുത്ത് കൊടുക്കുകയാണ്. ഞാനിത് എടുത്ത് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ രണ്ടാളും അത് ആവശ്യത്തിന് കഴിക്കില്ല, ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ. അപ്പം എൻ്റെ അമ്മ കുറച്ചുകൂടി ഇട്ട് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടപ്പോഴത്തേന് ഞാൻ ആ പാത്രം നിറച്ച് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ
പിള്ളേർക്ക് അതൊരു സന്തോഷമാണെങ്കിൽ അവരത് കൊണ്ടുപോയി കഴിക്കട്ടെ. കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഒരുത്തനുണ്ടെന്ന് ഒരു ഇഡ്ഡലി ഒരു ഇഡ്ഡലി എന്ന് പറയണ്ടേ, നമ്മൾ നിന്നേലും ചെറിയ ഇഡ്ഡലിയാണ്. അപ്പോൾ ആ ഒരു ഇഡ്ഡലി നിനക്ക് 2 ഇഡ്ഡലി നിനക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ ചാറ് കുറച്ച് മതി ചേച്ചി, കൊഴിച്ച് ഓല ഒഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ അങ്ങ് എണ്ണിപ്പെറിക്കുന്നു. നമുക്ക് ദേഷ്യം വരും രാവിലെ. ഇതൊക്കെ പെടാപ്പാടുപെട്ട് ഉണ്ടാക്കാൻ വേണം എന്ന് ഈ കരച്ചിലും കാണുമ്പോൾ നമുക്ക് തരിച്ചു വരും. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ചോറൊക്കെ കെട്ടി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിനും വാരി കൊടുത്താൽ അത്രയും സമയം കഴിയുമല്ലോ എന്ന് കരുതി, കഴിയുമല്ലോ എന്നല്ല കിട്ടുമല്ലോ എന്ന് കരുതി. എന്നാൽ എനിക്കും വാരുത്താന്ന് പറഞ്ഞപ്പോൾ അവളും വന്നു. വേഗം എന്താ കൊണ്ട നമുക്ക് ദേഷ്യം വരും ഇങ്ങനെ. ആ കൊണ്ടുപോകാൻ വെച്ച കുപ്പിയിൽ നിന്നാണ് വെള്ളം എടുത്ത് കുടിക്കണേ. വേറെ വെള്ളം എടുക്കാൻ പറയാൻ ഞാൻ എണ്ണീറ്റ് പോകണമല്ലോ. നിങ്ങൾ അന്നക്കുട്ടി എടുത്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞതിനിപ്പോൾ ഇതിൽ കുടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗിരിജാമ്മ രാവിലെ എന്തോ കാര്യത്തിന് വന്നപ്പോഴത്തേനും അവനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുവേ. അപ്പോൾ അവരതേപോലെ മറുപടി പറയും. ഞാൻ ഗിരിജാമ്മ പാട്ടൊക്കെ പാടും, ഭയങ്കര ഇഷ്ടമാണ് ഗിരിജാമ്മ. ശരിക്കും ഒരു അമ്മേനെ പോലെ തന്നെയാണ്. എന്തെടുക്കണ് എന്നൊക്കെ ചോദിച്ചു വരും. പ്രത്യേകിച്ച് ഇങ്ങനെ വയറൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ തിരക്കി വരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അയൽപക്കത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ. വേഗം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവനെ കുളിപ്പിക്കുന്നത് മനുവേട്ടനാണ് കേട്ടോ. അപ്പോൾ ചോറ്റും പാത്രം അടക്കുന്ന സീനാണ് ആ കാണുന്നത്. അപ്പോൾ ഗിരിജാമ്മയുടെ പാട്ട് കേട്ടിട്ട് ഇത് പാട്ട് പാടും ഗിരിജ, പഴയ പാട്ടുകളൊക്കെ ഇരുന്നങ്ങ് പാടും. അപ്പോൾ അന്നക്കുട്ടി ചിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഞാൻ എന്താ ഏട്ടൻ ഇവരുടെ കൂടെ പോയിട്ട് ബ്രാഞ്ചിൽ എന്തോ പോകാനുണ്ടെന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 11 മണിയാകുമ്പോൾ ഞാൻ വരാം, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഷർട്ട് തേച്ച് കൊടുത്തു, ഒരു ചായയും കുടിച്ചു കേട്ടോ. പാവം വേറെ ഒന്നും കഴിക്കാനാണ് രാവിലെ പോണത്. ഒരു പാൽ ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ വേഗം ഷർട്ട് തേച്ചങ്ങ് കയ്യിലേക്ക് കൊടുത്തു. അപ്പം പിന്നെ എനിക്കിനി വേറെ പണിയാൻ കാര്യങ്ങളൊന്നുമില്ല. ചടപടയെന്ന് പറഞ്ഞ് മുടി ഇപ്പം ഇനിയിപ്പോൾ മറ്റേ സിനിമയിൽ പറഞ്ഞില്ലേ, എലിവാല് പിന്നാനിപ്പോൾ 16 പേര് വേണം എന്ന് പറയണ പോലെ അധികം പണിയൊന്നുമില്ല ഈ മുടി അങ്ങ് കെട്ടാനായിട്ട്. അപ്പോൾ വേഗം പിന്നിടൊന്നും വേണ്ടല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ 2 സൈഡും കൂടി അങ്ങ് കെട്ടി. ഈ ഇറങ്ങണ നേരത്തെ ഈ കുളത്തിൻ്റെ അവിടെ പോയി നോക്കുന്നൊരു പരിപാടിയുണ്ട്. ഈ ചെക്കന് ഡ്രസ്സ് എങ്ങാനും അഴുക്കാക്കിയാൽ ഞാൻ പോരിക്കുന്നൊക്കെ പറഞ്ഞ് പിണങ്ങി ഞാൻ. ഇറങ്ങണ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്നെ. അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ ആക്കി കയ്യിലെടുത്ത് കൊടുത്തു. ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തു. അപ്പനെ മക്കളെയൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ. ഏട്ടൻ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം എനിക്ക് രാവിലെ മരുന്നുണ്ട്. ആ മെഡിസിൻ കഴിക്കുന്നതിന് മുപ്പാട് തന്നെ കാൽസ്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ അയൺ ഒരെണ്ണം കഴിച്ചാൽ മതി. കാൽസ്യം 2 എണ്ണം കഴിക്കണം. 3rd ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ 2 കാൽസ്യം 1 അയണുമാണ്. രണ്ടും രണ്ട് സമയത്ത് തന്നെയാണ് കഴിക്കണത്. ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് കഴിക്കണത്. രാവിലെ കാൽസ്യം, ഉച്ചക്ക് അയൺ, പിന്നെ രാത്രി കാൽസ്യം. അങ്ങനെയാണ് കഴിക്കുന്നത്. കാരണം ഫുഡ് പ്രോപ്പറായിട്ട് കഴിച്ചിട്ടല്ല മരുന്ന് കഴിക്കുന്നതെങ്കിൽ ഏത് മരുന്നാണെങ്കിലും എനിക്ക് പ്രയാസം വരും. അപ്പോൾ ഇതാ വേഗം കിടക്കുന്ന മുറിയൊക്കെ ഒന്ന് ഒതുക്കുകയാണ്. ഇന്ന് രാവിലെ പിള്ളേർക്കും നേരം ഉണ്ടായില്ല. ഞാനും ഇത് ശരിയാക്കി ഇടാൻ പറയാൻ മറന്നുപോയി. അല്ലെങ്കിൽ അന്നമോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് വിരിച്ചിടുന്നതാണ്. പിന്നെ അവരിപ്പോൾ അപ്പുറത്തെ മുറിയിൽ കിടക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് നേരം പോയി കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് എണീറ്റ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ട്, മാറ്റിക്കിടത്തുന്നതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇപ്പുറത്തെ മുറിയിൽ കുറച്ച് നേരം കിടക്കും കേട്ടോ. ഒരു 11 മണി വരെയൊക്കെ കിടക്കും. എന്നിട്ട് വരെ പറയും, അമ്മ ഭയങ്കര കൊതുകാണമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഭയങ്കര തയ്യാറെടുപ്പാണ്. ഡോളീനെ വെക്കുന്നു, ചെടി വെക്കുന്നു, സ്റ്റാർ ഒട്ടിക്കുന്നു, സ്റ്റിക്കർ ഒട്ടിക്കുന്നു, അവിടെ സാധനങ്ങൾ തൂക്കുന്നു, ഇവിടെ സാധനങ്ങൾ തൂക്കുന്നു, അതൊക്കെ ചെയ്യും. പക്ഷേ കിടക്കത്തില്ല. ഞങ്ങളുടെ അടുത്ത് വന്നേ കിടക്കത്തുള്ളൂ. ഞാൻ പറയും, മാവ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഞാൻ അപ്പോഴല്ലേ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ അതാ വേഗം മുഷിഞ്ഞതെല്ലാം എടുത്ത് മാറ്റി ആ മുറി ഒന്ന് ക്ലീൻ ചെയ്തു. 2 ബെഡ്റൂമും അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടു. മുഷിഞ്ഞതൊക്കെ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ വീട് ക്ലിയർ ആകും കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കാണാണ്ട് പോകുന്ന സ്ഥിരം ഒരു സാധനമാണ് ചാർജറും ചീപ്പും. ചില സമയത്ത് CBIനെ വരെ വിളിക്കേണ്ടി വരും. ഇതൊക്കെ എവിടെ കൊണ്ടേ വെച്ചേക്കണേന്ന് നമുക്ക് ഇതാവൂല. അങ്ങനെ ഞാൻ തോറ്റിട്ടാണ് ഞാൻ ആ റാക്ക് മേടിച്ചത്. അപ്പോൾ എന്ത് ഭദ്രാവധി ഉണ്ടെങ്കിലും അതിലോട്ട് ഇട്ടിട്ടങ്ങ് അടച്ചു വയ്ക്കും, അവിടെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് നമ്മൾ മാസത്തിലൊരിക്കലോ ഒരു 3 ആഴ്ച കൂടുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി. മുഷ്ണതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. തലേ ദിവസം കൊടുത്ത മുണ്ടാണ്, അല്ലെങ്കിൽ ടോപ്പാണെങ്കിലൊക്കെ ഞാൻ മതിലയിൽ വെയിലത്ത് വിരിച്ചിടും കേട്ടോ. അത് വെയിൽ കൊണ്ട് ശരിയായി കഴിയുമ്പോഴത്തേനും അതെടുത്ത് അകത്ത് മടക്കി വയ്ക്കും. പിന്നെ വൈകുന്നേരം വരുമ്പോൾ അതെടുത്തിട്ടാൽ മതിയല്ലോ. ഈ ബാത്റൂമിലൊക്കെ പോയി നനഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ വേർപ്പ് മണത്തോടു കൂടി നമ്മൾ ഈ വീട്ടിലിടുന്ന ഡ്രസ്സ് 2 ദിവസമൊക്കെ മുണ്ടൊക്കെ ആണെങ്കിൽ ഉടുക്കുമല്ലോ, അപ്പോൾ അതിനൊരു മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം അതിനപ്പുറം ഇടില്ല, നമ്മളിത് അലക്കാനായിട്ട് എടുക്കും.
അങ്ങനെ അതാ വേഗം തിരിച്ചു വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. കാരണം എനിക്ക് ഭക്ഷണം ഇപ്പോൾ കുറേ നേരം ഇപ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റുള്ള വിശപ്പാന്നേ. മറ്റേതിൽ പോലെ പണ്ടത്തെ പോലെ ഇപ്പോൾ ഒന്നും തിന്നാൻ പറ്റുള്ള. എനിക്ക് പണ്ടത്തെക്കാളും കൂടുതൽ ഇപ്പോഴാണ് എനിക്ക് തിന്നാൻ പറ്റണേ. പക്ഷെ തിന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് ഭയങ്കര പ്രയാസമാണ്, നെഞ്ചിൻ്റെ അവിടെ വന്നിക്കണ പോലെ തോന്നും. അപ്പോൾ പച്ചക്കറി മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ പച്ചക്കറി മേടിച്ചല്ലോ എന്ന് പറഞ്ഞു. മറ്റേ മറ്റേക്കില്ല എന്താണെന്ന് നോക്കി തന്നപ്പോൾ നല്ല ടൈഗർ പ്രോൺസ്. ആഹാ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വൈകിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ, രക്ഷപ്പെട്ടു. എന്നാൽ വേഗം റെഡി ആയിക്കോ, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു. കാരണം എനിക്കിങ്ങനെ വയറ് ഉള്ളതുകൊണ്ട് എന്തായാലും വയറിന് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സേ എടുക്കാൻ പറ്റത്തുള്ളൂ. സാരി ഉടുക്കണം എന്നൊക്കെ ഉണ്ട്, എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏട്ടനിങ്ങനെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു 11 മണിക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക്, ഈ 11 മണി സമയത്ത് പണിക്കാരൊക്കെ ചായ കുടിക്കാൻ വരുന്ന നേരമാണല്ലോ, അവർ അങ്ങനത്തെ കടകളിൽ ഇതേപോലെ പഴംപൊരി, പരിപ്പുവട, ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരും. അപ്പോൾ അതും ഒരു കട്ടൻ ചായയും കൂടി ചേട്ടന് കൊടുത്തു. പിന്നെ ഇഡ്ഡലി സാമ്പാറും കൊടുത്തു. ഞാൻ ഒരു പരിപ്പുവട തിന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകിയത്. എന്നോടൊരു കുട്ടി ചോദിച്ചു കേട്ടോ, സിങ്കിലെ പാത്രങ്ങൾ കുന്നുകൂടാതെ ഇരിക്കാനുള്ള വല്ല വഴിയുണ്ടോയെന്ന്. അപ്പം കഴുകി വെക്കുക, അല്ലെങ്കിൽ ഇതേ ഞാനിപ്പോൾ ഇരുന്ന് കഴുകണ പോലെ കഴുകേണ്ടി വരും. ഈശോയെ, എനിക്ക് മേലെ. നമ്മളില്ലേ എന്തൊക്കെ പറഞ്ഞാലും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ ഇഡ്ഡലി വെക്കണ ദിവസം, സാമ്പാർ വെക്കണ ദിവസം, അതായത് കുക്കറും ഇഡ്ഡലി ചെമ്പും എടുക്കണ ദിവസം സിങ്കിൽ പാത്രം ഉണ്ടാവും. നമ്മൾ ആ കുക്കർ, സത്യം പറഞ്ഞാൽ കുക്കർ ഇഡ്ഡലി ചെമ്പ് മാറ്റിയാൽ മതി, അധികം പാത്രവും ഇല്ല. തിന്ന 2 പ്ലേറ്റും കുടിച്ച കുറച്ച് ഗ്ലാസ്സും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗിരിജാമ്മ പിന്നെ എന്തോ കാര്യത്തിന് വന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കേണ്ട മനുവേട്ടൻ്റെ അടുത്ത്. വേഗം അതെല്ലാം കഴുകി ക്ലീനാക്കി അതൊക്കെ റെഡിയാക്കി തന്നു. അതിനിടയ്ക്ക് ഏട്ടൻ വന്ന് കുറച്ച് പാത്രമൊക്കെ തേച്ച് തന്നു കേട്ടോ. ചേട്ടൻ കഴിയുമ്പോൾ ഓഫേ വേണ്ട ഞാൻ കഴുകണമെന്ന് നിൽക്കണ്ട പറയും. കുറച്ചൊക്കെ ചെയ്തൊക്കെ തരും. കാരണം ഈ ഷോൾഡർ വെച്ച് ഉരച്ച് കഴുകേണ്ട പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഷോൾഡർ വെച്ചല്ല, ഷോൾഡറിന് ബലം കൊടുത്ത് ഇങ്ങനെ ഉരച്ച് കഴുകേണ്ട എന്തെങ്കിലും ചട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചേട്ടൻ കഴുകി തരും കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര സഹായമാണ്. അപ്പോൾ ഞാൻ ആ ജനലിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു. ഞാൻ ഈ 2 വേപ്പല ഇച്ചിരി ഉള്ളിത്തൊണ്ടൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ജനലിൽ കൂടി ഇങ്ങനെ എറിയും. ശരിക്കും ചെയ്യാൻ പാടില്ല, പക്ഷെ ഞാൻ എറിയും. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം, കൺഫേം പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ആ കൺഫേം കേട്ടാലേ റെഡി ആവാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും നോക്കിക്കൊണ്ടിരുന്നു, ആകുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയും. കാരണം പെട്ടെന്നൊരു ഫോൺ കോൾ വന്നാൽ പോവേണ്ടി വരും, അങ്ങനത്തെ ഒരു ജോലിയാണ് ഇത്. ഉറപ്പ് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അലക്കിയിട്ട ഡ്രസ്സൊക്കെ എടുത്ത് ആ സ്റ്റാൻഡും എടുത്ത് അകത്തേക്ക് വെച്ചു. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എന്തിനെങ്കിലും കാര്യത്തിന് പോവും, വിചാരിക്കാത്ത നേരത്തെ ഇപ്പം മഴ പെയ്യണേ, അപ്പോൾ ഇതൊക്കെ നനയും. അപ്പോൾ അതെല്ലാം എടുത്ത് അകത്ത് വെച്ചു. അപ്പോൾ ഏട്ടനൊരു ഫോൺ വന്നു, ജനലും വാലൊക്കെ പൂട്ടിയപ്പോൾ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ തുണിയൊക്കെ ഞാൻ മടക്കി വെച്ചു കേട്ടോ. അങ്ങനെ തുണിയെല്ലാം മടക്കി അടുക്കളയൊക്കെ അടച്ചു പൂട്ടി ബന്ധസാക്കി ഞങ്ങൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വരട്ടെ. എല്ലാവരും ഒന്നും എടുത്തില്ല കേട്ടോ, ചേട്ടനും എനിക്ക് മാത്രമേ എടുത്തുള്ളൂ. പിള്ളേർക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോയോ ഷോർട്സോ ഒക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എനിക്കറിയാം കുറച്ച് ഞാൻ വൈകുന്നുണ്ട് ലോങ് വീഡിയോ ഇടാനെന്ന്. ഇപ്പോൾ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നാലും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ലോങ് വീഡിയോ ഇടണേ ചേച്ചി എന്ന് പറയുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എന്നാലും ഇപ്പോൾ ഇതൊക്കെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.